ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക. നിന്റെ ദൈവത്തോട് നീ നന്ദിയുള്ളവനായിരിക്കണം, നന്ദിയുള്ളവളായിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവൻ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരിലെ സുഖപ്പെട്ടത് ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. ഈശോയുടെ അടുക്കലേക്ക് 10 കുഷ്ഠരോഗികൾ കടന്നു വന്നിട്ട്, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് അവൻ്റെ സൗഖ്യം സ്വീകരിക്കുന്ന വചനഭാഗമാണ് നാം കേൾക്കുക. ഈശോയുടെ പക്കൽ ഇവർ വന്നപ്പോൾ ബൈബിളിൽ ഉടനീളം നാം കാണുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈശോയുടെ പക്കൽ ആര് വന്നോ അവരാരും ശൂന്യമായ പാത്രവുമായി കടന്നുപോയതായി നാം കാണുന്നില്ല. എത്ര ചെറിയ പാത്രം നീ നീട്ടിയാലും, എത്ര വലിയ പാത്രം നീ നീട്ടിയാലും അതിലെല്ലാം നിറച്ചു തരുന്ന യേശുവിൻ്റെ പക്കൽ നന്ദിയോടെ തിരിച്ചു വന്ന് നന്ദി അർപ്പിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ നാം ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ 10 പേര് ഈശോയുടെ അടുക്കൽ വന്ന് ഈശോയോട് സൗഖ്യം യാചിക്കുമ്പോൾ, പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുവനെന്ന് ഈശോ പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചുവെന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ ആ സൗഖ്യം അവരുടെ കൂടെ അപ്പോൾ തന്നെ കൊടുത്തു പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് നന്ദി പ്രതീക്ഷിക്കുന്നതായി നാം കാണുന്നില്ല. പക്ഷേ ഈ അനുഗ്രഹം സ്വീകരിച്ചവൻ്റെ മനോഭാവമാണ് അത് നന്ദി കൊടുക്കുക എന്നുള്ളത്. അനുഗ്രഹിക്കുന്നവൻ്റെ അല്ല, അനുഗ്രഹം സ്വീകരിക്കുന്നവൻ്റെ അടിസ്ഥാന മനോഭാവമായിരിക്കണം നന്ദി പറയുക എന്നുള്ളത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നന്ദി പറയുമ്പോഴാണ് ഞാൻ എളിമപ്പെടുക. എനിക്ക് എളിമയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നന്ദി പറയാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ ഇതൊക്കെ അവകാശങ്ങളായി ഞാൻ കണക്ക് കൂട്ടുമ്പോൾ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചോട്ടെ, അവിടുന്ന് ദൈവമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഞാൻ നന്ദി പറയുന്നതിനൊപ്പമല്ല ഈശോ എന്നെ അനുഗ്രഹിക്കുന്നത്, അങ്ങനെ നാം ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈശോ തരുന്ന ഓരോ കുഞ്ഞ് അനുഗ്രഹങ്ങൾക്ക് പോലും ഈശോയ്ക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോ നമ്മുടെ ഈ വചനഭാഗത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിളിലുടനീളം കാണുന്നുണ്ട് നന്ദി പ്രകടിപ്പിക്കുന്നവരുടെ ഒരു വലിയ നീണ്ട നിര. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം മുതൽ ധാരാളം പേർ ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ വിജാതീയനായൊരു കുഷ്ഠരോഗി, യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമല്ല, ബദ്ധവൈരികളാണ്. പക്ഷേ സൗഖ്യം നേടാൻ വേണ്ടി യഹൂദരായ കുഷ്ഠരോഗികളും വിജാതീയരായ കുഷ്ഠരോഗികളും ഒന്നിച്ചു വന്ന് ഈശോയുടെ അടുക്കൽ വരുന്നു. ഒരു പക്ഷപാതവും ഇല്ലാതെ ഈശോ അത് ഒന്നിച്ച് അവരുടെ പാത്രത്തിലേക്ക് സൗഖ്യം വിളമ്പിക്കൊടുക്കുകയാണ്. അവരെ രോഗവിമുക്തരാക്കി ഈശോ മാറ്റുകയാണ്. പക്ഷേ യഹൂദരായ ജനതകൾ ഒരു വ്യക്തി പോലും തിരിച്ചു വരുന്നതായി നാം കാണുന്നില്ല. അത് അവകാശം എന്നതുപോലെ അവർ കടന്നു പോവുകയാണ്. എന്നാൽ വിജാതീയനായ കുഷ്ഠരോഗി ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരുന്നതായി വിശുദ്ധ ഗ്രന്ഥം കാണുന്നു. ഒരു ആവശ്യത്തിനായി വരുന്നു, അവർ ഒന്നിച്ചു വരുന്നു. ഈ യഹൂദരെയും സമരിയക്കാരെയും ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഇവിടെ ഈശോയെ നാം കാണുകയാണ്. 2 കൂട്ടരും ഒരേ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും 2 കൂട്ടരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഇവിടെ ഈശോ നിൽക്കുകയാണ്. ഈശോ തങ്ങളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ വലിയ വെളിച്ചത്തിൽ നിന്ന് അവർ ലൂക്കാ 17:13 പറയുകയാണ്, ഗുരു, യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന്. ആ ഒറ്റ വിളിയിൽ തന്നെ ഈശോ അനുഗ്രഹിച്ചുവെന്ന് നമുക്കറിയാം. ഗാന്ധിജി ഇങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട്, കൈയില്ലാത്ത മനുഷ്യന് ദാനം സ്വീകരിക്കാൻ കഴിയാത്തതുപോലെ
വിശ്വസിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന്. ഇവിടെ കുഷ്ഠരോഗികൾ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചുവെന്ന് നാം കാണുകയാണ്. പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവനെ അക്ഷരം പ്രതി അനുസരിക്കുന്നതും നാം കാണുന്നുണ്ട്. ഇതെല്ലാം സൗഖ്യത്തിൻ്റെ മേഖലകളിൽ നമുക്ക് ആവശ്യമാണ്. യേശുവിൻ്റെ പക്കൽ വരിക, യേശുവിനെ അനുസരിക്കുക, യേശു പറയുന്നത് ചെയ്യുക ഒക്കെ ശരിയാണ്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിയോടെ, കുറച്ചുകൂടി ഉന്നതമായി നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ദൈവസ്നേഹത്തിന് നീ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. വാക്കുകൾ പോരാത്ത വിധത്തിൽ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിൽ തമ്പുരാനെ നന്ദി പറയുമ്പോൾ അവൻ 10 ഇരട്ടി അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 തെസ്സലോനി 5:18 വചനം പറയുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാനെന്ന്. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും, ഞാൻ എടുക്കുന്ന ശ്വാസത്തിന് പോലും തമ്പുരാനോട് നന്ദി ഉള്ളവരായിരിക്കണം. അവിടുന്ന് അറിയാതെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ തലയിൽ ഒരു മുടി ഇഴ പോലും കൊഴിഞ്ഞു പോകുന്നില്ല എന്ന് വചനം പറയുമ്പോൾ, നിങ്ങളുടെ ദൈവമായ കർത്താവ് അറിയാതെ ഒരു മുടി ഇഴ പോലും കൊഴിഞ്ഞു പോകുന്നില്ല എന്ന് വചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ചുകൂടി ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം. നന്ദി പറയുമ്പോൾ അനുഗ്രഹമുണ്ട്. ചിലരെങ്കിലും ഒക്കെ പറയാറുണ്ട്, ഇത്രയും ഞാൻ ചെയ്തിട്ടും, എന്തുമാത്രം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടും ഒരു നന്ദിയുടെ ഒരു വാക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന അനേകം ജീവിതങ്ങളെ കാണാറുണ്ട്. നമ്മൾ നന്ദി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ തമ്പുരാൻ നമുക്ക് ചെയ്യുന്ന അനേകം അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി പറയാൻ എത്രയോ കടപ്പെട്ടവരാണ്. അത് നിൻ്റെ കടമയാണ്. നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ലൂക്കായുടെ സുവിശേഷം 1:28 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്യുന്നുണ്ട്. 1:35 വീണ്ടും ലൂക്ക 1:35 വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് വചനം പറഞ്ഞു. ഈ വലിയ മംഗളവാർത്ത പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചപ്പോൾ അമ്മയെ നാം കാണുകയാണ്. അമ്മ തമ്പുരാൻ്റെ മുമ്പിൽ സ്വയം അടിയറ വെച്ചിട്ട് അമ്മയും നാം കാണുന്നുണ്ട്. അമ്മ ദൈവത്തിൻ്റെ മുൻപിൽ സ്തോത്രഗീതം അർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം മാഗ്നിഫിക്കാത്ത്, അത് ഏറ്റുപാടുന്നവർക്ക് പോലും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ലൂക്ക 1:48 അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ ഏറ്റുപറയുകയാണ്. ദൈവം നിനക്കൊരു അനുഗ്രഹം തരുമ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. വിജാതീയനായ കുഷ്ഠരോഗിയെ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സങ്കീർത്തന പുസ്തകം 116:12-13 വചനങ്ങൾ പറയുന്നു, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഈ നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ നന്ദി എന്ന് പറയുക ഇവിടെ സങ്കീർത്തകൻ പറയുന്ന അനുസരിച്ചാണ് എങ്കിൽ രക്ഷയുടെ പാനപാത്രം, വിശുദ്ധ കുർബാനയിൽ ഞാൻ തമ്പുരാന് നന്ദി അർപ്പിക്കേണ്ടവരാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വസ്തയോട് ഞാൻ ചേർത്ത് വെച്ച് തമ്പുരാന് നന്ദി പറയേണ്ടതാണ്. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും പിഴവ് വരുത്താതെ എൻ്റെ ജീവിതത്തെ വിശ്വസ്തയോടെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയേണ്ടതാണ്. സങ്കീർത്തനം 138 മുഴുവനായി പറയുക, കൃതജ്ഞതാഗീതം 1 മുതലുള്ള വചനങ്ങളിൽ നാം കാണുക, കർത്താവേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു, ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തുമെന്ന്. ദൈവം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുക, പ്രഘോഷിക്കുക, മഹത്വപ്പെടുത്തുക. സങ്കീർത്തകൻ ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ സങ്കീർത്തകനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 13:22 എഴുതി വച്ചിരിക്കുന്നു, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റുമെന്ന്. നീ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ തക്കവിധം ദൈവത്തിൻ്റെ ഹൃദയത്തോട് നീ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നിലുണ്ടാകേണ്ട ഒരു മനോഭാവമാണ് നന്ദിയുടെ മനോഭാവം. നിൻ്റെ അധരങ്ങളിലും നിൻ്റെ മനസ്സിലും നിൻ്റെ ഹൃദയത്തിലും അതുണ്ടാവണം. അവിടുത്തോട് എപ്പോഴും നീ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. തമ്പുരാനോട് വീണ്ടും സങ്കീർത്തകൻ പറയുന്നുണ്ട്, സങ്കീർത്തന പുസ്തകം 31:19 വചനം, കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു.
അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി നൽകുന്നുവെന്ന്. ഈ ഒരു വലിയ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ജീവിതത്തെ പരസ്യമായി വലയം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ തമ്പുരാൻ്റെ സന്നിധിയിൽ പോയി നന്ദി മാത്രം പറഞ്ഞാൽ മതി. നന്ദിയോടെ പ്രാർത്ഥിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം കാണുകയാണ്. തമ്പുരാന് വീണ്ടും നാം കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ സൂസന്നയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ദൈവത്തിന് നിരന്തരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന സൂസന്ന, തൻ്റെ ജീവിതം ദൈവത്തോട് വിശ്വസ്തയോടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന സൂസന്നയുടെ ജീവിതത്തിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് 2 ന്യായാധിപന്മാരെ കടന്നു വരുന്നതും അവർക്ക് വഴങ്ങാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും നാം കാണുകയാണ്. ഈ വലിയ അവസ്ഥയിലും ദൈവത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ ദാനിയേൽ എന്ന് പറയുന്ന കൊച്ചു ബാലനെ അയച്ച് അവളുടെ ജീവിതത്തെ ആ വലിയ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ കൂടിയിരുന്നവരുടെ മുമ്പിൽ വന്നതുകൊണ്ട് അവൾ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. സൂസന്നയെ പ്രതി അവിടെ നിന്ന് എല്ലാവരും നന്ദി പറയുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 60-ാമത്തെ വചനം. അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ പ്രഘോഷിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഏറ്റുപറയുകയാണ്. തമ്പുരാന് നന്ദി പറയുന്ന ഒരു സൂസന്നയെ നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഒരു കുഞ്ഞനുഗ്രഹം. ഇന്ന് പ്രഭാതത്തിൽ നാം എഴുന്നേറ്റതുപോലും തമ്പുരാൻ്റെ വലിയ കൃപയാണ്. അതിനും നാം നന്ദി പറയണം. എഴുന്നേറ്റ് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ അതിനും നാം നന്ദി പറയണം. ചില വ്യക്തികളെ കാണാറുണ്ട്, ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയും. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, ഇന്ന ദിവസങ്ങൾ തമ്പുരാൻ്റെ വചനം വായിക്കണം, പാപരഹിതമായ ജീവിതങ്ങൾ മാറ്റി ജീവിക്കാൻ തുടങ്ങണം എന്നൊക്കെ പറയുന്നു, ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോവില്ല, പിന്നെ ബൈബിൾ വായിക്കില്ല, പിന്നെ ജപമാല ചൊല്ലില്ല. ആ ഒരവസ്ഥയെന്ന് പറയുക നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഒരു നിന്ദയുടെ അവസ്ഥയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. തമ്പുരാൻ നമ്മോട് ചെയ്യുന്ന അനുഗ്രഹത്തിന്, തമ്പുരാൻ നമ്മോട് ചെയ്യുന്ന വലിയ കൃപയ്ക്ക് നിരന്തരം നന്ദി ഉണ്ടായിരിക്കണം. ഒരാഴ്ച നന്ദി പറഞ്ഞാൽ പോരാ, 1000 നന്ദി പറഞ്ഞാലും തീരാത്ത വിധത്തിൽ ദൈവം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ ഇന്നും ഇന്നലെയും എന്നും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്ന ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 51 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ കാണുകയാണ്. അവിടുന്ന് അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവിടുന്ന് അവരിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്തു എന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനുഗ്രഹിക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടിവെച്ചിരിക്കുന്ന കൈകൾ ഈശോ പിൻവലിച്ചതായി നാം കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കൈകൾ ഈശോ നിന്റെ നേരെ നീട്ടിപ്പിടിച്ചിട്ടുണ്ട് എങ്കിൽ അവനോട് നിരന്തരം നന്ദി പറയേണ്ടത് നിന്റെ കടമയാണ്. പിശാച് ബാധിതനായ ഒരു വ്യക്തിയെ തമ്പുരാൻ സുഖപ്പെടുത്തുകയാണ്. തമ്പുരാൻ അവനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ, കല്ലറയ്ക്കിടയിൽ കിടന്ന് അവൻ പിശാച് ബാധിതനായി അവിടെ കിടന്ന് വേദനിച്ച് നരകിച്ച് കഴിയുമ്പോൾ ഈശോ അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ നന്ദി പറയുക മാത്രമല്ല, കൂടെ ഇരിക്കാനും കൂടി അവൻ ഈശോയോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോ തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും പ്രതിഫലമായി ഞാൻ യേശുവിനോട് ഒരു പടി കൂടി അടുക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ തരുന്ന സന്തോഷത്തിനും എല്ലാത്തിനും നന്ദി പറയണം. ദുഃഖങ്ങൾക്കും വേദനകൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ നന്ദി പറയേണ്ടവരാ. അൽപോത്സാഹ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ ഇന്നെന്നെ എനിക്കൊരു സങ്കടവും തരാത്തെ, ഇന്നെന്നെ എനിക്കൊരു നൊമ്പനവും തരാത്തെ. ഈശോ തരുന്ന ഓരോ നൊമ്പനങ്ങൾക്കും നന്ദി പറയുക. ഈശോ നൊമ്പരം തന്നില്ലെങ്കിൽ അത് ഈശോയുടെ സ്നേഹത്തിൻ്റെ കുറവാണെന്ന് ചിന്തിച്ചിട്ട് ഈശോയോട് ചോദിച്ചു മേടിക്കുന്ന ഒരു പുണ്യവതിയെ അൽപോത്സാഹയിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇടതടവില്ലാതെ നീ നന്ദി പറയണം, നിരന്തരം നന്ദി പ്രകാശിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതാണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. നന്ദിയുടെ പ്രവർത്തന ഫലങ്ങൾ നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, മറ്റുള്ളവരും പറയണം. അബ്രാഹാം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിർണായക ഘട്ടങ്ങളിലും ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്നു, നന്ദി പറഞ്ഞിരുന്നു എന്ന വചനം കാണുകയാണ്. യാക്കോവും അതുപോലെ തന്നെ ബലിയർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. പഴയ നിയമ കാലഘട്ടം മുഴുവൻ ദൈവം ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ച് നന്ദി പറയുന്നതായി നാം കാണുന്നുണ്ട്. എലിയ പ്രവാചകനും ജനതകളുടെ മധ്യയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അഗ്നി ഇറക്കി ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്ന സമയം തമ്പുരാന് ഈ ബലിയിൽ സംപ്രീതനാകുന്ന നന്ദി പറയുന്നതായി നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ നന്ദിയുടെ ഒരു
പടവുകളായിരിക്കണം ചവിട്ടിക്കയറേണ്ടത്. ഓരോ സമയത്തും എൻ്റെ കൊച്ചു സഹോദരൻ എനിക്കൊരു ചെറിയ കാര്യമാവാൻ തന്നത്, അതിനും ഞാൻ നന്ദി പറയണം. ദൈവത്തോട് നന്ദി പറയാൻ എനിക്ക് പറ്റുമ്പോൾ എൻ്റെ സഹോദരങ്ങളോടും ഞാൻ പോലും അറിയാതെ നന്ദി പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ചെന്നുപെടും. നന്ദി പറയുന്ന ജീവിതത്തിനാണ് ഈശോയുടെ അനുഗ്രഹമുണ്ടാവുക. അവരുടെ ജീവിതം എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കും. അവരെ തമ്പുരാൻ ഒരിക്കലും മറന്നു കളയില്ല. അവരുടെ ജീവിതത്തിൽ ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് കൃതജ്ഞതയുടെ മനോഭാവം എന്ന് പറയുക. അത് അവൻ്റെ മനോഭാവമായി മാറി. പറയാൻ വേണ്ടിയല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അത് അവന് കിട്ടുക പരിശുദ്ധാത്മാവിലൂടെയാ. ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു കഴിയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവസ്നേഹം അവനെ ആവരണം ചെയ്തുകൊണ്ടിരിക്കും. നന്ദിയോടെ തമ്പുരാനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് ഈശോയുടെ വചനത്തെക്കുറിച്ച്, ക്രൂശിതനായ തമ്പുരാനെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ യോഹന്നാൻ ക്രൂസ് പുണ്യവാൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരിയായി ഒഴുകുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ആരെങ്കിലും എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ക്രൂശിതനായ യേശുവിൻ്റെ സ്നേഹം ഓർത്ത്, ക്രൂശിതനായ ഈശോ മനുഷ്യവംശത്തെ സ്നേഹിച്ചതോർത്ത് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ കരയുകയാണ് എന്ന്. അതുപോലെയായിരിക്കണം നമ്മുടെ ജീവിതം. തമ്പുരാന് നന്ദിയുടെ ആനന്ദ കണ്ണുനീർ പൊഴിക്കാൻ നമുക്ക് പറ്റണം. തമ്പുരാൻ്റെ മുമ്പിൽ പോയിരുന്ന് നന്ദി പറയാൻ പറ്റണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മനോഭാവമായി മാറ്റുമ്പോഴാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങുക. ചെറിയ ഒരു പനി മാറുമ്പോഴും, ഒരു ചുമ മാറുമ്പോഴും, ഒരു ക്യാൻസർ മാറുമ്പോഴും മാത്രമല്ല നന്ദി പറയേണ്ടത്. അനുദിന ജീവിതത്തിൽ ഒരു നേരം നീ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അത് തമ്പുരാൻ്റെ വലിയ കൃപയാണെന്ന് അറിഞ്ഞിട്ട് അവന് നന്ദി പറയുമ്പോൾ ഈശോ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഈശോ തന്നെ പറയാറില്ലേ, നിൻ്റെ ധാന്യപ്പുരകൾ തുറന്ന് എൻ്റെ കലവറയിലേക്ക് അവയെല്ലാം കൊണ്ടുവരുവേൻ, ഞാൻ നിങ്ങൾക്ക് ആവോളം അനുഗ്രഹങ്ങൾ തരാമെന്ന്. അത് നമ്മുടെ ധാന്യം ഈശോയ്ക്ക് വേണമെന്നല്ല അതിനർത്ഥം. മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഭാവം, സമർപ്പണത്തിൻ്റെ ഭാവം, സറണ്ടറിൻ്റെ ഭാവം മുഴുവനായി ഈശോയ്ക്ക് നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് നന്ദി ഉണ്ടാവുക. ദൈവമേ നന്ദി, എൻ്റെ ഈ ജീവിതം നീ എന്നെ ക്രിസ്ത്യാനിയായി വിളിച്ചല്ലോ, എന്നെ നീ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള വലിയ അവബോധം ഒരു വ്യക്തിക്കുണ്ടാവുമ്പോഴാണ് നിരന്തരമായി നന്ദി ഉണ്ടാവുക. ഒരു ചങ്ങല, ആ ചങ്ങല ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ചങ്ങല എന്ന് പറയുക. പ്രാർത്ഥനയുള്ള ഏറ്റവും അധികം കൂടിച്ചേരേണ്ട ഒരു ഭാവമാണ് നന്ദി എന്ന് പറയുക. ഈ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ വലിയ ഒരു കണ്ണി നന്ദിയാണ്. ആ നന്ദി നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എങ്കിൽ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്താൻ തടസ്സപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുന്നുണ്ട് എങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയെ നന്ദി പറയാൻ എന്നെ പഠിപ്പിക്കണേ എന്ന്. ഒരു വ്യക്തി പറഞ്ഞു, ആങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, കുടുംബത്തിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. പ്രാർത്ഥിച്ചു തുടങ്ങി, കുടുംബം ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി, പുതിയ വീട് വെച്ച് ജോലിയൊക്കെ ലഭിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പള്ളിയിൽ പോക്കില്ലാത്ത അവസ്ഥ. വീണ്ടും പെട്ടെന്നൊരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കണേ, ഇന്ന പോലെ വലിയൊരു രോഗം അപ്പച്ചന് വന്നിരിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ അവന് നന്ദി പറയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് താണിറങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ എത്രയോ വലിയ ദൈവ അനുഭവങ്ങൾ നമുക്ക് സിദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന വേളയിൽ ഈശോ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടില്ലേ, ഓരോന്നും എണ്ണി എണ്ണി ഓർത്ത് നന്ദി പറയണം. ഹെബ്രായർ 13:5b വചനം പറയുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല എന്ന്. ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹമായി കൂടെ ഇരിക്കുന്ന യേശുവിനെ ചേർത്ത് പിടിച്ചിട്ട് അവന് നീ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ നിന്നെ വിട്ടുപിരിഞ്ഞു പോവില്ല. നാം ഒരു നന്ദി പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മളെ നിറച്ചുകൊണ്ടിരിക്കും. ഈശോ തൻ്റെ വലിയ സ്നേഹം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഈശോയുടെ അനുഭവം, എമ്മാനുവലായ ഈശോയുടെ അനുഭവം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുക. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്രയോ അനുഭവങ്ങളാണ്, എണ്ണിയാലും വെണ്ണിയാലും തീരാത്ത അനുഭവങ്ങൾ ഈശോ നമുക്ക് തരുന്നില്ലേ? ആ ഒരു അനുഭവം, ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ ജീവിതം ഈ ഇതിൻ്റെ ഒരു ഭാവമായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ നാം കാണുന്നുണ്ട്. ഈ സ്ത്രീ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരോട് പിടിച്ച് അവളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. യേശു അവിടെ ഇരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും കല്ലുകൾ താഴെയിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ഈ അസമയം യോഹന്നാൻ 8:9 എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ?
ആരും നിന്നെ വിധിച്ചില്ലേ എന്ന് അവൾ പറഞ്ഞു. ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന്. ഈശോ ഒരു വലിയ കരുണ അവൾക്ക് കൊടുത്തപ്പോൾ, അവളുടെ ജീവിതത്തിലേക്ക് ഒരു കരുണ ഈശോ വെച്ചു കൊടുത്തപ്പോൾ അവൾ തമ്പുരാൻ്റെ മുമ്പിൽ നന്ദി പറയുക. ആ നന്ദി പ്രകടനമാണ് ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 35 മുതലുള്ള വചനങ്ങൾ. പാപിനിക്ക് പാപമോചനം എന്ന വചനം നാം കാണുകയാണ്. ഈശോ ഒരു ഉത്തമരുടെ ഭവനത്തിൽ പോയിരുന്ന് വിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഒരു പാപിനിയായ സ്ത്രീ അവിടെ കടന്നു വന്ന് അവൻ്റെ പാദത്തിങ്കൽ സുഗന്ധ തൈലം പൂശി കണ്ണുനീര് കൊണ്ട് കഴുകി അവൻ്റെ പാദം സുഗന്ധ തൈലം കൊണ്ട് പൂശിയിട്ട് അവനെ സ്നേഹിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുക, ലൂക്ക 7:37, ഇവൾ അധികം സ്നേഹിച്ചതിനാൽ ഇവളുടെ അധികമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ജീവിതത്തിൽ ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് അവൻ്റെ പാദം സേവിക്കുമ്പോൾ ഈശോ അവളെ വിശുദ്ധയാക്കി മാറ്റുകയാണ്, പാപം മോചിക്കുകയാണ്. അവളുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം വാരിക്കോരി ചൊരിയുക. തിരുസഭ വിശുദ്ധ മഗ്ദലന മറിയത്തിന് തിരുനാൾ ജൂലൈ 28-ാം തീയതി ആഘോഷിക്കുന്നുണ്ട്. ഈ മഗ്ദലന മറിയത്തിന് ഈശോ കൊടുത്ത വലിയ കരുണയ്ക്ക് നന്ദിയായി അവളുടെ ജീവിതം വിശുദ്ധിയോടെ അവൾ കാഴ്ചവെച്ചു. അതുപോലെ ഒരു വലിയ വിശുദ്ധ ജീവിതമാണ് ഈ നന്ദി പ്രകടനമായി ഞാനും കൊടുക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും വിശുദ്ധിയോടെ ജീവിച്ച് അവന് ഞാൻ എന്നെ തന്നെ കൊടുക്കുമ്പോൾ, എൻ്റെ ജീവിതം നന്ദിയായി ഞാൻ അർപ്പിക്കുമ്പോൾ ഈശോ മഹത്വപ്പെടുകയാണ്, ദൈവം മഹത്വപ്പെടുകയാണ്. പാപക്ഷമ കിട്ടിയ മഗ്ദലന മറിയത്തെ വിശുദ്ധിയാക്കി തിരുസഭ പ്രഖ്യാപിച്ചപ്പോൾ ദൈവം മഹത്വപ്പെട്ടു. ദൈവത്തിൻ്റെ കരുണ ലോകം മുഴുവൻ അറിഞ്ഞു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈശോ തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും എണ്ണി നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരു കടമ എനിക്കുണ്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ഒരു കൃപ നമുക്ക് കിട്ടാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. കൃതജ്ഞതാ മനോഭാവം നമുക്ക് കിട്ടാനായിട്ട്, ആത്മാവിൻ്റെ കൃപ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. റോമാക്കാർക്ക് ലേഖനം 13:12 വചനം പറയുന്നു, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പറ്റിച്ച് പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കാം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാമെന്ന്. രാത്രി കഴിയാറായി. നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളെല്ലാം പോകട്ടെ. ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, ദൈവസ്നേഹ നിറവുകൾ നിൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം എടുത്തു വെച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. സങ്കടങ്ങളും പെറുക്കി വെച്ച് നന്ദി പറയുക. ഇതെല്ലാം ചേർത്ത് വെച്ച് ഈശോയുടെ കുരിശിലേക്കൊന്ന് തൊട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമുണ്ട്. ഒരാൾ തെറ്റിദ്ധരിച്ച് വേദനിപ്പിക്കുമ്പോൾ കണ്ണുനീരോടെ നന്ദി ഈശോയെ എന്ന് പറഞ്ഞ് 3 തവണ അവൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നീ പോലും അറിയാതെ നിൻ്റെ സങ്കടങ്ങൾ മാറിപ്പോകും. നിനക്ക് അനുകൂലമായി അവരെ ഈശോ കൊണ്ടുവന്ന് തരും. ആര് വേദനിപ്പിക്കുന്നോ അവരെ എല്ലാം ഈശോയുടെ പക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ കിട്ടിയ വേദനയോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ അവരും നിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുവരും. ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ അവിടുത്തെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈശോയോട് പറയണം, ഈശോയെ നന്ദിയോടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവിക ദാനമാണത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവമാണിത്. ആ ഒരു മനോഭാവം നമുക്ക് കിട്ടട്ടെ. നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ സമർപ്പിക്കുമ്പോൾ അത് നന്ദിയുടെ പ്രകടനമായി മാറും. ആ ഒരു അനുഭവം ഈശോയുടെ കാൽപാദം തുളച്ച മഗ്ദലന മറിയത്തിൻ്റെ ചിന്ത, ആ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് യേശുവിനോട് ചേർന്ന് വിശുദ്ധമായ ജീവിതം നയിച്ച് യേശുവിനെ മഹത്വപ്പെടുത്താൻ നന്ദിയുള്ളവരായി മാറാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അവിടുന്ന് എൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ അവിടത്തേക്ക് അറിയാം. എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്താൻ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ എണ്ണിയോർത്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഒരു ത്രാസിലും എൻ്റെ നന്ദി മറ്റൊരു ത്രാസിലും വെച്ചാൽ അനുഗ്രഹങ്ങൾ ഒത്തിരി വലുതാണെന്ന് എനിക്കറിയാം. ഈശോയെ, ഇന്ന് വരെ പറയാതെ പോയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ജീവിതം വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട്, ജീവിതം ബലിയായി സമർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ഈശോയെ. അവിടുത്തെ വലിയ സ്നേഹത്തിൽ നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.